ശോധനയ്ക്ക് വേണ്ടി മെഡിസിനെ മാത്രം ആശ്രയിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ഏതൊക്കെ തരത്തിൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു എന്ന് നമുക്കിന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹ്സിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ഥിരമായിട്ട് ചില പേഷ്യൻസ് വന്ന് പറയും, ഡോക്ടർ ആ ടാബ്ലറ്റ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഡോക്ടർ, അന്ന് തന്ന മോഷൻ നല്ല സ്മൂത്ത് ആണെന്ന് പറയും. അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കിപ്പോൾ മോഷൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ആ ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു നല്ല സുഖമാണല്ലോ, നല്ല ഒരു ഫ്രീ ആയൊരു ഫീൽ കിട്ടും. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ ഈ മോഷൻ്റെ ടാബ്ലറ്റ് അല്ലെ ലാക്സേറ്റീവ് കഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതാണ് നോർമലാണ്, വയറൊക്കെ ഒന്ന് ക്ലീൻ ആയി. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തുടർച്ചയായി കൊണ്ട് ലാക്സേറ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഈ ടാബ്ലറ്റിലേക്ക് ബോഡി ഡിപ്പെൻഡബിൾ ആവും. അതായത് ശരീരം ടാബ്ലറ്റ് വന്നാലും മാത്രമേ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നുള്ള രൂപത്തിലാവും. നോർമൽ ആയിട്ടുള്ള പെരിസ്റ്റാലിക് മൂവ്മെന്റിനും വളരെയധികം തടസ്സം നിൽക്കും. പിന്നീട് എപ്പോഴും ഒരു ടാബ്ലറ്റിന്റെ പവർ വരാതിരിക്കും. ചില പേഷ്യൻസ് പറയാറുണ്ട്, അന്നൊരു ടാബ്ലറ്റ് കഴിച്ചാൽ മതിയായിരുന്നു, പിന്നെ ഇന്ന് മാർക്കറ്റിലുള്ള ടാബ്ലറ്റ്, പക്ഷെ ഇന്ന് 2 കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ അന്ന് കഴിക്കുന്നത് പറയും ഇപ്പോൾ 2 ഇനി കുറച്ച് കഴിഞ്ഞ് ഇത് എഫക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. നിങ്ങൾ ടാബ്ലറ്റ് 3, 4 കഴിച്ചാലും എഫക്റ്റ് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ എന്നിരുന്ന് കഴിഞ്ഞാലും നമ്മളിത് ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ നമ്മൾ മാറ്റിയെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടുകയാണ് ബോഡിയിൽ. ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടും എന്താണ്? മിനറൽസ് നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? നോർമൽ ബോഡിയുടെ മെക്കാനിസം ആവശ്യമായിട്ടുള്ള വർക്കിന് ആവശ്യമായിട്ട് മസിൽസ് മൂവ്മെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യവും സോഡിയവും ഈ പറഞ്ഞ മെഗ്നീഷ്യം ഒന്നും ഉണ്ടാവില്ല. അത് നോർമലി കുറഞ്ഞു വരും. അപ്പോൾ എന്താ സംഭവിക്കുക? ജനറൽ വീക്ക്നെസ് വരും, എപ്പോഴും ക്ഷീണമായിരിക്കും. പക്ഷെ നമ്മളതിൻ്റെ കാരണം ചിലപ്പോൾ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ബാക്കിയൊക്കെ നോർമലാണ്. പക്ഷേ ഈ പറഞ്ഞ രൂപത്തിൽ ലാക്സേറ്റീവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രൂപത്തിൽ മോഷൻ ഓവറായിട്ട് പോകുമ്പോൾ ബോഡിക്ക് ആവശ്യമായ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വീണ്ടും ഉണ്ടാവും. പിന്നീട് ഡൈജസ്റ്റീവ് സിസ്റ്റം വീക്കാക്കും. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും അത് പതിയെ വീക്കാക്കാൻ തുടങ്ങും. ഈ പിന്നീട് എന്തെങ്കിലും സംഭവിക്കുക? മാൾ അബ്സോർപ്ഷൻ തുടങ്ങും. ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാൾ അബ്സോർപ്ഷൻ ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഗുരുതരമായിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ബാധിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ നോക്കാം. നോർമലി നമുക്ക് ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 കാരണങ്ങളിലാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന വാട്ടർ ഇൻടേക്ക് കുറയുമ്പോൾ, വെള്ളം കൂടി കുറയുന്നത് കോൺസ്റ്റിപ്പേഷന് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുക? ഒരു വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ കീപ്പ് ചെയ്തതിന് ശേഷം മിനിമം ബോഡി വെയിറ്റിനനുസരിച്ച് 20 കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ ഒരു 1 ലിറ്റർ കുടിക്കുന്ന രൂപത്തിൽ ഒരു 3 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ചേഞ്ചസ് കാണാൻ പറ്റും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ വാട്ടർ തന്നെയാണ് ഡൈജസ്റ്റീവിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്റ്റൂള് കുറച്ചും കൂടിയും ഒരു സോളിഡ് സ്റ്റേജിലേക്ക് മാറ്റുന്നതിനും സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനും വാട്ടർ വളരെ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ഫൈബർ കണ്ടന്റ് കുറവുള്ള ഫുഡ്. ഈ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ്, നിങ്ങൾ നൈറ്റ് ഫുഡ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഉദാഹരണത്തിന് സലാഡ് ഐറ്റംസ് നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആയിട്ടുള്ള മോഷൻ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവ്. നമ്മുടെ ബോഡിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നൊരവസ്ഥ. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നത് നമ്മൾ ചോദിക്കുന്നത് ബോഡി എങ്ങനെയെന്ന്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അബ്ഡമിനൽ മസിൽസ് സ്ട്രെങ്ത് ആയിരിക്കും. ടോട്ടൽ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അത് മോഷൻ്റെ മൂവ്മെൻറ്റ്സിന് വളരെ ഹെൽപ്ഫുൾ ചെയ്യുന്നത്, അതായത് പെരിസ്റ്റാളിക് മൂവ്മെൻറ്റിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. 4ാമത്തെ മേജർ കോസാണ് സമയം തെറ്റിയിട്ടുള്ള ഉറക്കം. സമയം തെറ്റിയിട്ടുള്ള ഉറക്കം എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ മോഷൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ചില പേഷ്യൻസ് പറയാറുണ്ട്, ഈ റംസാൻ മാസത്തിന് ശേഷം, നോമ്പിന് ശേഷമാണ് ഈ കോൺസ്റ്റിപ്പേഷനും പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അവിടെ ഉപയോഗിക്ക് ശേഷം ഒരു 6 മണിക്ക് ശേഷം ഉറങ്ങി ഒരു 9 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥയും വരും. കാരണം ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ട് ഇത്രയും ഫ്രീ ടൈം എന്ത് ചെയ്യാണ്? അവർ വീണ്ടും ഉറങ്ങുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ 6 മണിക്ക് മോഷൻ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അവിടെ ഉറങ്ങുകയും അവർ സപ്രസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ആ കാര്യം പ്രോപ്പറായിട്ടുള്ള മോഷൻ ഉണ്ടാവില്ല. പിന്നെ പതിയെ അത് കോൺസ്റ്റിപ്പേഷനിലേക്കും പിന്നീട് എന്ത് ചെയ്യും? അത് പൈൽസിലേക്കും മാറാറുണ്ട്.
അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്താണ്? മോർണിംഗ് 6 മണിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക, ചെറുതായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ചെറിയ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറുതായിട്ടുള്ള പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ്സും അതോടൊപ്പം തന്നെ സ്മൂത്ത് ആയിട്ടുള്ള മോഷൻ ഉണ്ടാവും. ആദ്യത്തെ ഒരു 1 മന്ത് ഒക്കെ പ്രയാസം ഉണ്ടാവും. പക്ഷേ പതിയെ നേരത്തെ പറഞ്ഞ പോലെ പപ്പായയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫുഡും ഡൈജസ്റ്റീവ് സിസ്റ്റവും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നല്ല ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരു പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ ഗൈഡൻസ് പ്രകാരമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണ്? എന്ത് കഴിച്ചാലും ഗ്യാസിനും ചില പേഷ്യൻസ് പറയാം, ഡോക്ടർ വെള്ളം കുടിച്ചാൽ പോലും എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാറുണ്ടെന്ന് പറയും. അപ്പം നോർമലി ആ ഒരു പ്രയാസമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രയാസം മാത്രമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഏതൊരു അസുഖത്തിൻ്റെ റൂട്ട് ഓഫ് കോസ് ക്ലിയർ ചെയ്യണമെങ്കിൽ, അടിസ്ഥാന കാരണം മനസ്സിലാക്കി നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ല അടിസ്ഥാന കാരണം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ശരീര ഡൈജസ്റ്റീവ് സിസ്റ്റം ഡയറ്റിലൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും നോക്കുക. പിന്നീട് അത്യാവശ്യമാണെങ്കിൽ മെഡിസിൻസ് ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഡയറ്റ് തന്നെ നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഒന്ന് എംപ്റ്റി സ്റ്റൊമക്കിൽ മാതള നാരങ്ങ, അനാറ് കഴിക്കുക എംപ്റ്റി സ്റ്റൊമക്കിൽ. അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് അത്തിപ്പഴം രാത്രി കഴിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നല്ലൊരു കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ശോധന നിങ്ങൾക്ക് ലഭിക്കും. അത് തുടർച്ചയായിട്ട് അതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് പതിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നേരത്തെ പറഞ്ഞ അനാറ് കഴിക്കുകയും അതെന്ത് ചെയ്യും? ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ രാത്രി മോഷൻ ക്ലിയർ ചെയ്യുമ്പോൾ പതിയെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അറിയാതെ നേരത്തെ പറഞ്ഞ ലാക്സേറ്റീവിൻ്റെ ഉപയോഗം നിങ്ങൾ പതിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെഡിസിൻ പർപ്പസ് ട്രീറ്റ്മെൻറ്റ് പർപ്പസ് കൊടുക്കാറുണ്ട്. അതെന്താണ്? അസോസിയേറ്റഡ് വല്ല സിംറ്റംസും നീരോ മറ്റോ ബുദ്ധിമുട്ടോ ഉണ്ടാവും. അതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ തുടർച്ചയായിട്ട് ലോങ് ടൈം നിങ്ങൾ ലാക്സേറ്റീവ് ഉപയോഗിക്കാൻ പാടില്ല. അത് നിങ്ങൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. കാരണം എന്താണ്? അതിൻ്റെ ഡോസ് മതിയാവാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങളറിയാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ശരീരത്തെ രോഗത്തിലേക്ക് എത്തിക്കുകയാണ്. ഇനി ഈ പറഞ്ഞ ബുദ്ധിമുട്ട് കോൺസ്റ്റിപ്പേഷൻ സ്മൂത്ത് ആകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, നല്ല പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തിപ്പഴം 2 നേരം തലേന്ന് വെള്ളത്തിലിട്ടത് കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഉണക്കമുന്തിരിയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതോടൊപ്പം 1-2 ദിവസങ്ങളിൽ രാത്രിയിൽ മുരിങ്ങയുടെ ഇലയുടെ സലാഡും കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനിയിപ്പം നേരത്തെ പറഞ്ഞതുപോലെ കാരണം കണ്ടെത്തി ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം എന്താണ് കാരണം എന്ന് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ചില ആൾക്കാർ പറയാറുണ്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ജോലി ടൈം മാത്രം മാറ്റിക്കഴിഞ്ഞാൽ മാറും. ചില ആൾക്കാർ കഫ്റ്റീരിയലായിരിക്കും. അപ്പോൾ അവരോട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന അവരെന്ത് ചെയ്യും? ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ തന്നെ മാറ്റം വരുത്തുകയാണെങ്കിൽ ചില പേഷ്യൻസ് കഫ്റ്റീരിയലോ അല്ലെങ്കിൽ പുറത്ത് ഗൾഫിലൊക്കെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ പുറത്ത് സ്ഥലങ്ങൾ ഓഫീസിലായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ കഫ്റ്റീരിയ വർക്ക് ചെയ്യുമ്പോൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നിൽ ജോലി ടൈം മാറ്റുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുഡുകൾ ആഡ് ചെയ്യാൻ പറ്റും, ജ്യൂസുകൾ ആഡ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ ഈ പ്രയാസം മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് കോസ് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തുക. കണ്ടെത്തിയിട്ട് ആ ചെറിയ കാരണങ്ങൾ മാറ്റം വരുത്തുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ പൈൽസ് എന്നീ ബുദ്ധിമുട്ടിലേക്ക് മാറും. അത്തരത്തിൽ എത്താതെ അത് പൂർണ്ണമായിട്ടും എളുപ്പത്തിൽ മാറ്റിയെടുക്കുക. അതോടൊപ്പം തന്നെ ലാക്സേറ്റീവിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒഴിവാക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനും അതിൻ്റെ ബോഡിയിൽ അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും പറ്റും. ഇനി മറ്റൊരു ഹെൽത്ത് ഇഷ്യൂമായിട്ട് കാണാം. നന്ദി.